ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിതാ ഒക്കെ റെഡിയായി മെലാക്ക മുഴുവൻ ചുറ്റിക്കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. അങ്ങനെ നമ്മളെല്ലാം റാഹത്തായി ഫുഡൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഫുഡ് കൊടുത്ത് ആദ്യം തന്നെ നമ്മൾ കാണാൻ പോണത് മെലാക്കയിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് മോസ്കാണ്. ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ ആദ്യം തന്നെ പള്ളിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ആ തണലത്തൊക്കെ അവിടെ കുറച്ച് ഇരുന്ന് പിന്നെ നമ്മൾ പള്ളിക്ക് കയറുകയാണ്. പള്ളി കയറുന്നതിന് മുന്നേ തന്നെ നമ്മളെ ഡ്രസ്സിങ് ഒക്കെ പ്രോപ്പറാണോ എന്ന് അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ആണുങ്ങൾ ഷോർട്ട്സൊക്കെ ആണെങ്കിൽ അവർക്ക് ലുങ്കിയൊക്കെ കൊടുക്കും. അതേമാതിരി പെണ്ണുങ്ങളാണെങ്കിൽ ഹിജാബും പർദ്ദൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ലേഡീസിൻ്റെ സെക്ഷൻ. ഇവിടെ നിന്ന് നമ്മൾ നിസ്കാരമൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ പള്ളിയൊക്കെ നന്നായിട്ട് ചുറ്റി കാണാമെന്ന് വിചാരിച്ച് പുറത്തൊക്കെ ഇറങ്ങി. മെയിനായിട്ട് ഈ പള്ളീനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ 3 സൈഡും കടലാണ്. അപ്പം നമുക്ക് കാണാൻ പറ്റും, നല്ലൊരു വ്യൂ ആണ്. ഇപ്പോൾ ദൂരത്ത് നിന്ന് നോക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ആ ബീച്ചിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. ഒരു പ്രത്യേക കാം ആൻഡ് പീസാണ് നമുക്ക് ഈ പള്ളിയിൽ നിന്ന് കിട്ടുന്നത് തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് ഡച്ച് സ്ക്വയറിലോട്ടാണ്. ഡച്ച് സ്ക്വയറിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറേ ഓൾഡ് ബിൽഡിങ്സ്, ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണ്. മെലാക്കൻ്റെ ഒരു ഹിസ്റ്റോറിക് സ്റ്റേറ്റ് ഓഫ് മലേഷ്യ എന്നറിയപ്പെടുന്നൊരു സ്റ്റേറ്റാണ് മെലാക്ക. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് ഒരു ചർച്ച് കാണാനാണ്. സെൻറ്റ് പോൾ ഹിൽ ചർച്ച് എന്ന് പറയും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റെറ്റ്യൂസ് മ്യൂസിയം ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് കയറി. മെലാക്കയിലും ഇഷ്ടം പോലെ മ്യൂസിയംസ് ഉണ്ട്. മെയിനായിട്ട് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ മ്യൂസിയംസ് ആണ്. അപ്പം ഞങ്ങൾ കയറിയ മ്യൂസിയം സ്റ്റെറ്റ്യൂസ് മ്യൂസിയമാണ്. ഇവിടെ തന്നെ നമുക്ക് കാണാൻ മെലാക്കൻ്റെ കസ്റ്റംസ്, ട്രഡീഷൻസ്, അവരെ ഡ്രസ്സസ് എല്ലാം അവിടെ കറക്റ്റായി പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി മെലാക്ക് ഒരു ഹെറിറ്റേജ് സിറ്റിയാണ്, മെൽറ്റിംഗ് പോട്ട് ഓഫ് വേരിയസ് കൾച്ചേഴ്സ് എന്ന് പറയും. അങ്ങനെ നമ്മൾ മ്യൂസിയംസൊക്കെ കണ്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നേരെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങാൻ പോയി. അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട മാഗ്നറ്റൊക്കെ സെലക്ട് ചെയ്തെടുത്ത് അങ്ങനെ പിന്നെ ഒരു ബബിൾ ഗണ്ണൊക്കെ വാങ്ങി മക്കളതുകൊണ്ടൊക്കെ കളിച്ച് അടുത്ത സ്ട്രീറ്റിൽ ഷോ പീസായി വെച്ചിട്ടുള്ള ഓരോന്നൊക്കെ കണ്ട് അങ്ങനെ പിന്നെ നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രീറ്റായിട്ടുള്ള റിവർ ക്രൂയിസിലോട്ടാണ് പോണത്. പോണ വഴിക്ക് ഉപ്പിലിട്ടതായിട്ടും ഫ്രൂട്ട്സായിട്ടും അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങി കഴിച്ച് സ്ട്രീറ്റിൻ്റെ ഒരറ്റത്താണ് റിവർ ക്രൂയിസ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ സാത്തയൊക്കെ കഴിച്ച്, ഇവിടുത്തെ ഒരു മെയിൻ ഫുഡാണ് സാത്തേ. അങ്ങനെ ലാസ്റ്റ് ഇതാ മെലാക്ക റിവർ ക്രൂയിസിലെത്തിയിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ നല്ല റഷായിരുന്നു ടിക്കറ്റിന്. കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്ന് അവിടുത്തെ റിവറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ അതിൻ്റെ കരക്കലൊക്കെ ഇരുന്ന് പിന്നെ മോൻ്റെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഓരോ കാഴ്ചകളും കണ്ടപ്പോൾ അവന് ഉറക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഇതാ ഞങ്ങൾ ബോട്ടിലെത്തി. ബോട്ടിൽ കയറിയപ്പോൾ ആൾ ഉണർന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സീറ്റിലൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് മോന് ബോട്ടിൻ്റെ ഹാൻഡിലൊക്കെ പിടിച്ച് കാക്കാനൊക്കെ തോണ്ടിയിട്ടാണ് പോണത്. നല്ല അടിപൊളി വൈബായിരുന്നു ബോട്ടിൽ. ഏകദേശം ഒരു 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. മെലാക്ക സിറ്റി ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു യാത്രയിലൂടെ കാണാവുന്നതാണ്. ഇതാ കാണുന്നതാണ് അപ്സൈഡ് ഡൗൺ ഹൗസ്. അതൊക്കെ നമുക്ക് ഈ യാത്രയിൽ ഇറങ്ങി അവിടെ കാണുകയൊക്കെ ചെയ്യാം. പിന്നെ ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല. പിന്നെ തിരിച്ചു വരുമ്പോൾ ബോട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് റിവറിൻ്റെ സൈഡിലായിട്ട് കളർഫുൾ ബിൽഡിങ്സും റെസ്റ്റോറൻറ്റ്സ് എല്ലാം കാണാം. നല്ലൊരു റിഫ്രഷിങ് ട്രിപ്പായിരുന്നു ഈ ബോട്ടിൽ. മെലാക്കയിലെ മസ്റ്റ് വിസിറ്റ് സ്പോട്ട്.